ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കോഴിയുടെ വീഡിയോ ആയിട്ടൊന്നുമല്ല കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് ചക്കക്കുരു വെച്ചിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. തനി നാടൻ റെസിപ്പിയാണ്. നിങ്ങളുടെ വീട്ടിൽ ചക്കക്കുരു ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കി കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമ്മൾ എപ്പോഴും ഇവിടെ ചെയ്യാറുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളോട് കമൻറ്റിലൂടെ പറയേണ്ടേ. അപ്പോൾ നമ്മളെ കയ്യിൽ ഒരുപാട് തനി നാടൻ റെസിപ്പികൾ ഒരുപാടുണ്ട് നമ്മളെ കയ്യിൽ. അപ്പോൾ ഓരോ ദിവസം ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മൺചട്ടിയിലാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത്. അപ്പോൾ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചക്കക്കുരു നമ്മൾ ഈ ടൈപ്പിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞ് ഫ്രഷായിട്ട് കഴുകിയതിന് ശേഷം ഇങ്ങനെ നടു മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് തക്കാളി, പച്ചമുളക്, പിന്നെ പച്ചമാങ്ങയാണ് തൊലി കളഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, വെള്ളം കൂടിയിട്ട് വെച്ചിട്ട് മൂടി അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അപ്പുറത്തൊരു ചട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിപ്പച്ചെമ്മീനാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളവിടെ അരിപ്പച്ചെമ്മീൻ എന്ന് പറയും, ഉണക്കച്ചെമ്മീനാണ്. അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇതിട്ടിട്ട് നന്നായി പൊടിച്ചെടുക്കുക കേട്ടോ. നല്ല ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊരു തരിതരിപ്പുള്ള ടൈപ്പിൽ നമ്മൾ ഇതിനെ പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ലെവലിലാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ആ സമയത്ത് തന്നെ നമ്മൾ ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിക്കണമെന്നൊന്ന് നോക്കുന്നുണ്ട്. അധികം വെന്ത് വന്നിട്ടില്ല. അപ്പോൾ നമുക്കൊന്നും കൂടി അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഇനി നമുക്ക് ആ പൊടിച്ചെടുത്ത സെയിം മിക്സിലേക്ക് തന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ ഉള്ളിയും പെരുംജീരകവും കൂടി ഇട്ടിട്ട് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് മിക്സിയിൽ നമ്മൾ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഇപ്പോൾ ചക്കക്കുരും നമ്മളുടെ മാങ്ങയും കാര്യങ്ങളൊക്കെ തക്കാളി പച്ചമുളകൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മൾ അരിപ്പച്ചെമ്മീൻ പൊടിച്ചിട്ടുണ്ടായിരുന്നത് അത് അതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. പൊടിച്ചത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ തേങ്ങ അരച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ തേങ്ങ ഒഴിച്ചതിന് ശേഷം ഒന്നിങ്ങോട്ട് പതഞ്ഞ് വന്നാൽ മതി. നമ്മളിങ്ങനെ തിളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് പതഞ്ഞ് വന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കറിയാണ്. കഴിഞ്ഞിട്ടില്ല കേട്ടോ പരിപാടി. ഇനി നമുക്ക് കറി ഒന്ന് വറവിട്ടെടുക്കാനുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിൽ ഒരുപാട് കറിവേപ്പില ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കറിവേപ്പില പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നാടൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കടുകും പിന്നെ കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ടിട്ടൊന്ന് വറവിട്ടിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി നാടൻ കറിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചക്കക്കുരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ വീട്ടിൽ ഇന്ന് ഉച്ചക്കത്തെ ചോറിനുണ്ടായിരുന്നത് നല്ല അടിപൊളി ചക്കക്കുരുവിൻ്റെ കൂട്ടാനും പിന്നെ മത്തി വറുത്തതും മാങ്ങച്ചാറും ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നല്ലൊരു ഉണക്കൽ വറുത്തതുണ്ടെങ്കിലും സെറ്റാണ്. അതല്ല ഇനി ഇത് വെറും കറിയായിട്ട് കഴിക്കാനാണെങ്കിലും അതും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളുടെ വീട്ടിൽ എല്ലാവർക്കും ഈ കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയുക. അപ്പോൾ ഒരുപാട് തനി നാടൻ റെസിപ്പികളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ഓക്കെ, ബൈ.